ബിജു നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഈ ദില്ലിയിൽ നമ്മൾ സൈന്യത്തെ വിന്യസിച്ചു എന്നുള്ള വാർത്ത ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ദില്ലിയിൽ ഇത്ര പെട്ടെന്ന് സൈന്യത്തെ വിന്യസിച്ചത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയമുണ്ട്. അത് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു വാർത്ത കത്തി നിൽക്കുന്നത് കൊണ്ട് നമ്മൾ അത് വിട്ടിട്ട് ഇതിലേക്ക് മാറി വന്നതാണ്. പക്ഷെ എങ്കിലും ആ ഒരു വിഷയത്തെ സംബന്ധിച്ച്, അതായത് ഇന്ത്യയെ തകർക്കാനും ഇന്ത്യയുടെ പല കാര്യങ്ങളും അസ്ഥിരപ്പെടുത്താനും രാജ്യത്ത് പാകിസ്ഥാൻ സ്പോൺസേർഡ് ഭീകരർ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ലഷ്കർ ഇ ത്വയ്ബയുടെ ഭീകരരാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവരിൽ 6 പേരെ തമിഴ്നാട്ടിൽ വെച്ച് പിടിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. ബാക്കി 2 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നു. അങ്ങനെ മൊത്തം 8 പേര്. അപ്പൊ ഈ 8 പേരെ അറസ്റ്റ് ചെയ്ത ശേഷം ദില്ലിയിൽ ഇപ്പോൾ അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ സൈന്യത്തെ ഇറക്കിയിരിക്കുകയാണ്. അപ്പൊ സൈന്യത്തെ ഇറക്കണമെങ്കിൽ കയ്യിൽ നിൽക്കാത്ത എന്തോ ഒരു സാധനം നമ്മൾ ഫേസ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള ഒരു പ്രതീതി സർക്കാരിന് തോന്നിക്കാണണം, നമ്മുടെ സൈനിക വൃത്തങ്ങൾക്ക് തോന്നിക്കാണണം. അത്തരത്തിലൊരു വിഷയം നമ്മുടെ രാജ്യത്തുണ്ടോ? സിവിലിയൻസിനെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു ഓപ്പറേഷന് നമ്മുടെ രാജ്യം തയ്യാറെടുക്കുകയാണോ? ഇപ്പോ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഒരു വ്യോമാക്രമണം നടന്നതേ ഉള്ളൂ ഇന്ന് രാവിലെ. അതിന്റെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏത് നിമിഷവും ഒരു യുദ്ധമുണ്ടാകാം, ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഉണ്ടാകാം എന്ന് നമ്മൾ നിരന്തരം പറഞ്ഞു വരികയാണ്. നമ്മുടെ കരസേനാ മേധാവിയും ചീഫ് ഓഫ് ഡിഫൻസും എല്ലാം ഇത് നിരന്തരം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ പാകിസ്ഥാൻ ഇന്ത്യയാണ് ഈ അഫ്ഗാനിസ്ഥാന്റെ പിന്നിലെന്ന് ആരോപിക്കുന്നു, BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പിന്നിൽ നിന്ന് ആരോപിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു ദേഷ്യം ഉറപ്പായിട്ടും പാകിസ്ഥാന് കാണും. അപ്പൊ അത്തരത്തിൽ അവർക്കുള്ളത് കൊണ്ട് തന്നെ ഇവർ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ രാജ്യത്ത് ബോംബ് സ്ഫോടനങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭീകര പ്രവർത്തനങ്ങളോ ആസൂത്രണം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണോ, അതിനെ തകർക്കാനായിട്ടാണോ ഇപ്പോ സൈന്യം ദില്ലിയിൽ ഇറങ്ങിയിരിക്കുന്നത്? എന്താണ് തോന്നുന്നത്? ഇന്നലെ ന്യൂസ് ഇന്ത്യ മലയാളം എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ ഒരു ചാനൽ, അതായത് ഈ ന്യൂസ് അപ്ഡേറ്റ് ചെയ്യുന്ന ചാനൽ, ഇതിനെക്കുറിച്ച് സമഗ്രമായിട്ട് നമ്മളൊരു വാർത്ത നൽകിയിരുന്നു. അതായത് നമ്മൾ മാത്രമല്ല, മിക്ക പല ചാനലുകളും നൽകിയിരുന്നത്. അതായത് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് നമുക്ക് കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ രാജ്യത്തിൽ അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടിരുന്നു. അത് ഈ ലഷ്കർ ഇ ത്വയ്ബയും അതിന്റെ പ്രോക്സി സംഘടനകളും സ്ലീപ്പർ സെല്ലും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഇന്ത്യയിൽ ഉടനീളം ക്ഷേത്രങ്ങൾ, അതുപോലെ തന്നെ ഈ ആളുകൾ കൂടുന്ന പൊതു ഇടങ്ങൾ, ചാന്ദിനി ചൗക്കിലെ പ്രധാനപ്പെട്ട ക്ഷേത്രം, മാർക്കറ്റ്, റെയിൽവേ സ്റ്റേഷൻ, ഇവിടങ്ങളിലെല്ലാം ഒരു സീരിയൽ IED ബോംബ് സ്ഫോടനം നടത്തുവാനുള്ള ഒരു പദ്ധതി ഉണ്ട്. അതുകൊണ്ട് സംസ്ഥാനങ്ങൾ ജാഗ്രത പാലിക്കണം. UP-യിലടക്കം കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. അതിനുശേഷം നമ്മുടെ അന്വേഷണ ഏജൻസികൾ വലിയ രീതിയിലുള്ള റെയ്ഡ് ആരംഭിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ നിന്ന്, നമുക്കറിയാം ഈ അവിടെയാണ് ഈ വസ്ത്രനിർമ്മാണ ശാലകൾ ഏറ്റവും കൂടുതലുള്ളത് അവിടെയാണ്. അവിടെ മുമ്പ് ഇല്ലീഗലായിട്ടുള്ള ബംഗ്ലാദേശികളെ പുറത്താക്കാനായിട്ട് പിടികൂടിയപ്പോൾ അന്ന് അവിടുത്തെ സർക്കാരുകളൊക്കെ എതിർക്കാനൊക്കെ വന്നതാണ്. പക്ഷെ അതൊന്നും വിലപ്പോയില്ല. ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് NIA ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നൊരു ഇടം കൂടിയാണത്. അവിടെ നിന്നാണ് 6 ബംഗ്ലാദേശി ഭീകരരെ ഇന്ന് പുലർച്ചെ പിടികൂടിയത്. തുണിമില്ലിലെ ജോലിക്കാരായിട്ട് വന്ന് ഇവർ കുറച്ചാളായിട്ട് അവിടെ തമ്പടിക്കായിരുന്നു. അപ്പൊ നേരത്തെ ഇത്ര ഷാർപ്പായിട്ട് വന്ന് പിടിക്കണമെങ്കിൽ നേരത്തെ മുതൽ തന്നെ ഇവർ റഡാറിൽ ഉണ്ടായിരിക്കുന്നവരായിരിക്കണം. 2 പേരെ പിടികൂടിയിരിക്കുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ്. അവിടെ നിന്നാണ് 2 പേര്. അങ്ങനെ 8 പേരെയാണ് ഇതുവരെ പിടികൂടിയിരിക്കുന്നത്. രാജ്യവ്യാപകമായി പലതരം റെയ്ഡ് നടക്കുകയും ചെയ്യുന്നു. ഇതിന് തൊട്ടു പിന്നാലെ ദില്ലിയിൽ അർദ്ധ സൈനിക വിഭാഗത്തെ റോഡിലുടനീളം വിന്യസിച്ചിരിക്കുന്നു. അതുവഴി പോകുന്ന വാഹനങ്ങളെല്ലാം പരിശോധിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ, കാരണം ഈ ഡൽഹിയിൽ ചെങ്കോട്ട നടന്ന സ്ഫോടനത്തിന്റെ ഉപയോഗിച്ചിരുന്ന കാറ് അവിടെ പാർക്ക് ചെയ്തിരുന്നു പോകുന്നതിൻ്റെതായൊക്കെ CCTV ദൃശ്യങ്ങൾ പിന്നീട് വന്നത്. അതുകൊണ്ടാണ് പാർക്ക് ചെയ്ത വാഹനങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ 24 hours വർക്ക് ചെയ്യുന്ന CCTV ക്യാമറകൾ എല്ലായിടത്തും സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങൾ വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ റെസിഡൻഷ്യൽ അസോസിയേഷൻകാരോട് അവിടങ്ങളിലുള്ള താമസക്കാരുടെ, അതായത് ഈ അസോസിയേഷന്റെ കീഴിൽ താമസിക്കുന്ന വീട്ടിലുള്ള ആളുകളുടെ വേലക്കാരായിട്ടും അതുപോലെ തന്നെ സെക്യൂരിറ്റി ഗാർഡ്സ് ആയിട്ടും ഈ കാർ റെന്റിനെടുക്കുന്ന കാറിന്റെ ഡ്രൈവേഴ്സ് ആയിട്ടും മറ്റും വന്നവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു. അവരെയും ഒക്കെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം നമുക്കറിയാം, ദില്ലി കണക്കൊക്കെ ഉള്ള ഇടങ്ങളിൽ ഈ വീട്ടിലെ പാചകക്കാരായിട്ടോ ഇല്ലെങ്കിൽ പരിചാരകരായിട്ടോ ഒക്കെ വരുന്നത് പലപ്പോഴും ഈ ബംഗ്ലാദേശിൽ നിന്നുള്ളവരോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ളവരെയൊക്കെ കുറഞ്ഞ റേറ്റിന്, നമ്മുടെ ഇവിടെയൊക്കെ നമ്മൾ ബയ്യമാരൊക്കെ നിർത്തുന്ന പോലെ തന്നെ അവിടെയും അത്തരത്തിൽ തന്നെ നിർത്താറുണ്ട്, വീടിന്റെ കാവൽക്കാരായിട്ടും ഒക്കെ സെക്യൂരിറ്റി ആയിട്ട്. അപ്പൊ അങ്ങനെയുള്ളവരുടെയൊക്കെ ലിസ്റ്റ് ഇപ്പൊ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള ഒരു സുരക്ഷാ സംവിധാനമാണ് ഇപ്പോൾ ദില്ലിയിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം വെച്ചാൽ ആ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ദുർബലമായ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ആയിരുന്നില്ല, ശക്തമായ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ആയിരുന്നു എന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നടന്ന റെയ്ഡ്. ആ റെയ്ഡിൽ 8 പേരെ പിടികൂടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിനകത്തൊരു യാഥാർത്ഥ്യമുണ്ട് എന്നതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. ഇവിടെ ചിന്തിക്കേണ്ടതായ ഒരു വിഷയമുണ്ട്.
ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഭീകരർ ഇപ്പോൾ ഈ സ്ഫോടനം നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭീകരർ ഫെബ്രുവരി 6-ന്, അതായത് ഈ മാസം 6-ാം തീയതി ഇസ്ലാമാബാദിൽ, പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ ഒരു മസ്ജിദിൽ ഒരു സ്ഫോടനം നടക്കുന്നു. ഒരു ചാവേർ ബോംബ് സ്ഫോടനമാണ് നടക്കുന്നത്. അതിൽ കുറെ പേർ കൊല്ലപ്പെട്ടു. അതിന്റെ പിന്നിൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമാണെന്ന് അന്നേ തന്നെ പാകിസ്ഥാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഇന്ത്യക്കെതിരെ പ്രതികാരം ചെയ്യാനായിട്ട് ലഷ്കർ-ഇ തോയ്ബ തയ്യാറെടുക്കുന്നു. അതിനുവേണ്ടിയിട്ട് അവർ വലിയ ഫണ്ട് പിരിവ് നടത്തിയിരുന്നു. മസ്ജിദുകൾ തകർക്കുന്നവർക്ക് നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതിന്റെ പ്രതികാരമാണ് ഇവിടെ നടക്കുന്നത്. ഇതേ കാരണം പറഞ്ഞുകൊണ്ടാണ് ഇന്ന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ നേർക്ക് ഇപ്പോൾ ഈ ഒരു ആക്രമണം ചെയ്യുന്നത്. അതായത് ഒരേ സമയത്ത് പാക് ഭരണകൂടവും പാക് സൈന്യവും അഫ്ഗാനിസ്ഥാന്റെ മണ്ണിലേക്ക് ചെന്നുകൊണ്ട് അവിടെ ഒരു വ്യോമാക്രമണം നടത്തുന്നു. ഇവിടെ ഇതേ സമാനമായ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഉള്ളിൽ സ്ഫോടനങ്ങൾ നടത്താൻ ഭീകരരും ശ്രമിക്കുന്നു. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. കഴിഞ്ഞ കുറെ കാലമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പാകിസ്ഥാൻ ഈ ബംഗ്ലാദേശിൽ പിടിമുറുക്കുന്നുണ്ട്. ബംഗ്ലാദേശിലെ ഭീകര സംഘടനകളുമായി ചേർന്നുകൊണ്ടാണ് ലഷ്കർ-ഇ തോയ്ബയുടെ പ്രവർത്തനങ്ങളെന്ന് മുമ്പ് ധനുഷിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല. ഈ ബംഗ്ലാദേശിൽ ലഷ്കർ-ഇ തോയ്ബയുടെ ക്യാമ്പുകൾ തുറക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് അക്ഷരം പ്രതി ശരിയായി വന്നിരിക്കുന്നു. കാരണം പിടികൂടപ്പെട്ടവർ ബംഗ്ലാദേശികളാണ്. കൂടുതൽ പേർ, 6 പേര് തമിഴ്നാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തവർ ബംഗ്ലാദേശികളാണ് എന്നുള്ളതാണ്. 2 പേരുടെ വിവരങ്ങൾ ഇല്ല. വെസ്റ്റ് ബംഗാളിൽ നിന്ന് അറസ്റ്റ് ചെയ്തവരുടെ വിവരമില്ല. അപ്പോൾ ഈ ബംഗ്ലാദേശിലുള്ള ഭീകര സംഘടനകളെയും ബംഗ്ലാദേശികളെയും ഈ ഭീകരന്മാരായി ട്രെയിൻ ചെയ്യിച്ചുകൊണ്ട് ഇന്ത്യക്കകത്ത് സ്ഫോടനം നടത്തുക എന്നുള്ള പാകിസ്ഥാന്റെ പദ്ധതി ഏറെക്കുറെ വിജയകരമായി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആ യൂനസ് ഇരുന്ന ആ ഒരു ടൈം കൊണ്ട് ഇവർക്ക് അത്രയും ചെയ്തെടുക്കാൻ കഴിഞ്ഞു. അതായത് ബംഗ്ലാദേശിൽ നിന്നുള്ള ഭീകരന്മാരെ കൂടെ ഇന്ത്യക്കെതിരെ ഉപയോഗപ്പെടുത്താൻ പാകിസ്ഥാന് കഴിഞ്ഞു. മുമ്പ് ഈ ബംഗ്ലാദേശിൽ ഭീകരന്മാർ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്ത്യയിൽ കടന്നു കയറി ആക്രമണം നടത്താനൊക്കെ കപ്പാസിറ്റി ഉള്ളത്. 2017 അസാം സർക്കാരായിരുന്നു ഈ ബംഗ്ലാദേശിന്റെ ഒരു ഭീകര സംഘടനാ തലവരെ 5 പേരെയും കൂടെ അറസ്റ്റ് ചെയ്തു അസാമിൽ. അന്നാണ് നമ്മൾ ശരിക്കും ഇതിനെ കുറിച്ച് അറിയുന്നത്. പക്ഷെ അവർ ദക്ഷിണേന്ത്യയിൽ അടക്കം, നമ്മൾ പലവട്ട ആ സംഘടനകളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ദക്ഷിണേന്ത്യയിൽ അടക്കമാണ് ഇപ്പം ഈ ബംഗ്ലാദേശ് ഭീകര സംഘടനകൾ പിടിമുറുക്കിയിരിക്കുന്നത്. അവരെ കൂടെ ക്ലബ് ചെയ്യിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ആക്രമണ സംഭവങ്ങൾ. കാരണം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് റെയിൽവേ സ്റ്റേഷനുകളും ചന്തകളും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുമുള്ള ഒരു രാജ്യമാണ് അവിടെ ഒരു ചെറിയ രീതിയിലെങ്കിലും, കാരണം ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നാണ് 6 പേര് പിടിയിലായെന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യ എത്രത്തോളം വലിയൊരു ബോംബിന്റെ മുകളിലാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാരണം ദക്ഷിണേന്ത്യ, തമിഴ്നാട് എന്ന് പറയുമ്പോൾ അവിടുന്ന് കേരളത്തിലേക്കും വലിയ ദൂരമില്ല. അപ്പം ഇങ്ങനെ അടക്കം, അതായത് ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളോ ഇല്ലെങ്കിൽ അങ്ങനെ ആള് കൂടുന്ന ഇടങ്ങളോ, കാരണം ഈ ഒരു സമയം കൂടെ ശ്രദ്ധേയമാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തടക്കം ദക്ഷിണേന്ത്യയിലടക്കം ഉത്സവങ്ങളുടെ ഒരു സമയം കൂടിയാണ്. ഇതെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ട് കൃത്യമായ ഒരു പ്ലാനിങ് ആയിരുന്നു. തമിഴ്നാട്ടിൽ അതിന്റെ ഒരു സ്ഫോടനം നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അതിന്റെ അലയൊലികൾ കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. അപ്പം ഇങ്ങനെയൊക്കെ, കാരണം തമിഴ്നാട് കേരളം റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഭീകരന്മാരെയൊക്കെ മിക്കവാറും പൊക്കിക്കൊണ്ട് പോകാറുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു സാധ്യത നിൽക്കുന്നു. അപ്പൊ ഒരു വലിയ അലർട്ട് രാജ്യത്ത് നിലനിൽക്കുന്നു. കാരണം എന്തെങ്കിലുമൊക്കെ കാരണം ഇപ്പോൾ ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നതിന് തൊട്ടു മുമ്പ് കണ്ട ഏറ്റവും പുതിയ അപ്ഡേഷൻ, ജമ്മു കാശ്മീർ ഒരു ഭീകരനെ സൈന്യം വധിച്ചിട്ടുണ്ട്. അവിടെ പതിയിരുന്ന ഒരു ഭീകരനെ സൈന്യം വളഞ്ഞ് കൊന്നിട്ടുണ്ട്. ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത്. ഇതിന്റെ കാരണക്കാരായത് പാകിസ്ഥാൻ മാത്രമാണ്. കാരണം ഒരു സൈഡിൽ അവർ അഫ്ഗാനിസ്ഥാനെ അടിക്കുന്നു, മറു സൈഡിൽ അവർ ഭീകരന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ സ്ഫോടനം നടത്താനുള്ള ശ്രമം നടക്കുന്നു. ഇനി ഒരു സ്ഫോടനമൊക്കെ ഇന്ത്യയിൽ ഇവർ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം നമുക്ക് ആ ചെങ്കോട്ട സ്ഫോടനത്തിന്റെ തെളിവുകൾ സഹിതം നമ്മൾ ലോകത്തിനെ മുഴുവൻ ബോധ്യപ്പെടുത്തിയതാണ് ഇതിന്റെ പിന്നിൽ ലഷ്കർ-ഇ തോയ്ബയാണ് എന്നുള്ള കാര്യം. നമ്മൾ വാർത്തകളും എല്ലാ മാധ്യമങ്ങളും ചെയ്തിരുന്നതുമാണത്. അപ്പം അതെല്ലാം ബോധ്യപ്പെടുത്തിയ ഒരു സാഹചര്യം കൂടെ ഉണ്ട്. അപ്പൊ ഇനി ഒരു ആക്രമണ പരമ്പരയോ ഒരു സ്ഫോടന പരമ്പരയോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒട്ടും വൈകില്ല തിരിച്ചടിക്ക് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമുണ്ട്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ആക്രമണം നടത്തിയേ അവർക്ക് മതിയാകും. കാരണം നിലനിൽപ്പില്ല. ഈ അവര് കൈവച്ചിടത്തെല്ലാം പൊളിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം. ഇവിടെ അവരിലേക്ക് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ ശ്രദ്ധ പതിയണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു നീക്കം നടത്തണം. ഇതിന്റെ ഇടയിൽ ട്രംപിന്റെ ഒരു വലിയ സപ്പോർട്ട് ഒരു പക്ഷേ പാകിസ്ഥാൻ ഉണ്ടായിരിക്കാം. കാരണം ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടും ഇല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ആ വിധിയിൽ വിരളി പിടിച്ചിരിക്കുന്ന ട്രംപിന് ഇപ്പോൾ അടിയന്തരമായിട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കൊണ്ടൊക്കെ നിർബന്ധിതമായിട്ട് ഇങ്ങനെ ചെയ്യിക്കണമായിരിക്കാം. ഒരുപക്ഷെ അങ്ങനെയും നമുക്ക് ചിന്തിക്കുന്നത് തെറ്റൊന്നും പറയാൻ കഴിയില്ല. കാരണം ട്രംപും അമേരിക്കയൊന്നും ഒരു കാലത്തും ഇന്ത്യയുടെ സഖ്യകക്ഷിയോ ഇല്ലെങ്കിൽ നമുക്ക് ഫേവർ ചെയ്യുന്ന ആൾക്കാരോ ഒന്നും അല്ല. തരം കെട്ടിയാൽ പണിയണമെന്ന് ഉദ്ദേശിച്ച് നടക്കുന്ന ആളുകളൊക്കെ തന്നെയാണ്. ഇത്തരത്തിൽ നമുക്ക് ചിന്തിക്കാം. ചൈനയും നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഈ യുദ്ധത്തിന്റെ ലോകമഹായുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ പ്രധാന പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് സെൻട്രൽ ഏഷ്യയും ദക്ഷിണേഷ്യയും ഒക്കെ തന്നെ ആയിരിക്കും. കാരണം തായ്വാൻ, ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ഇങ്ങനെ കിടക്കുകയാണ് ഒരു നീണ്ടു നിര. അതൊക്കെ ഏത് നിമിഷവും ഒരു ഒരസലിൽ പൊട്ടിത്തെറിക്കാൻ പാകത്തിനാണ് നിൽക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള വരും മണിക്കൂറുകൾ നിർണായകമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അറസ്റ്റുകളും റെയ്ഡുകളും നടക്കുന്നുണ്ട്. എന്തായിരിക്കും എന്നുള്ളത്, കാരണം ഇതിനൊരു കൃത്യത ഉണ്ടാകുമല്ലോ.
അതായത് അവരൊരു ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടായിരിക്കുമല്ലോ സാധാരണഗതിയിൽ ഇത് വരുന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഡൽഹിയിലും വരുമ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. സമാനമായിട്ടുള്ള രീതിയിലായിരുന്നു, വ്യാപകമായിട്ടുള്ള അറസ്റ്റ് ആയിരുന്നു. ആ അറസ്റ്റിൽ ലാസ്റ്റ് അവസാനം ആ എക്സ്പ്ലോസീവ് കണ്ടന്റ് കണ്ടെടുക്കാൻ പോകുന്നതിനിടയിലാണ് അയാൾ അങ്ങനെ പൊട്ടിത്തെറിച്ച് മരിച്ച അവസാനത്തെ ഒരു ഇതായിരുന്നു. അതുകൊണ്ട് പൊട്ടിത്തെറിച്ച് നമുക്കിത് വെറുതെ തള്ളിക്കളയാൻ പറ്റില്ല. ഈ പാകിസ്ഥാനെ ഇതൊരു സംബന്ധിച്ച് നിസ്സാര പറയുകയാണെങ്കിൽ ചേട്ടാ, ഈ റിപ്പോർട്ടല്ല. പാകിസ്ഥാൻ പിളരാൻ പോവുകയാണോ? കാരണം പാകിസ്ഥാനിൽ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ എല്ലായിടത്തും നടക്കുകയാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏകദേശം പാക് പട്ടാളത്തിന് ഈ ബലൂചിസ്ഥാനിൽ കയറാൻ പോലും പറ്റാത്ത അവസ്ഥയാണുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഞങ്ങളുടെ പട്ടാളക്കാരുടെ കയ്യിൽ പോലും ഇല്ല എന്ന് അവിടെയുള്ള അവിടെ ഖ്വാജ ആസിഫ് അടക്കമുള്ള അവരുടെ മന്ത്രി പറയുന്നു. ഇത് ഇന്ത്യയാണ് കൊടുക്കുന്നതെന്ന് പറയുന്നു. അപ്പൊ അതിന്റെ വൈരാഗ്യം സ്വാഭാവികമായിട്ടും പാകിസ്ഥാന് കാണാൻ സാധ്യതയില്ലേ? എനിക്ക് ചോദിക്കാനുള്ളത്, ബലൂചിസ്ഥാൻ ഈ സാഹചര്യത്തിൽ ഉറപ്പായിട്ടും സ്വാതന്ത്ര്യം നേടും അല്ലെങ്കിൽ പിളരും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. ഖാജ ആസിഫിന്റെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, നമ്മൾ ചർച്ച ചെയ്ത്. അദ്ദേഹം പറഞ്ഞത് ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ കയ്യിൽ നിൽക്കില്ല, ബലൂചിസ്ഥാനെ സംരക്ഷിച്ചു നിർത്താൻ പാകിസ്ഥാൻ സൈന്യത്തിന് കഴിയില്ല, കാരണം നമുക്ക് അവിടെ അതിനുള്ള സൈനിക ബലമില്ല എന്ന് ഖാജ ആസിഫാണ് പറഞ്ഞത്. അവരുടെ എന്താണ് മന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണല്ലോ ഇന്നലെ അഫ്ഗാനിസ്ഥാനെ അടിക്കുന്ന കാര്യവും പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരുടെ കയ്യിൽ നിൽക്കത്തില്ലെന്ന് അവർ ഓപ്പൺലി പറഞ്ഞു കഴിഞ്ഞു. ഇത് ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന വിഷയങ്ങളല്ല, ഞങ്ങളുടെ സൈന്യത്തിന് അവരെ ഒതുക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് അത് പോയിരുന്നു. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നമ്മൾ ഇങ്ങനെ ഇരുന്ന് തന്നെ പറഞ്ഞിരുന്ന കാര്യമുണ്ട്. കത്വ അടക്കമുള്ള മേഖലകളിൽ അവരൊക്കെ ഇരച്ചു കയറി അവിടുന്ന് ഏകദേശം അവരുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇനി അവരുടെ കയ്യിൽ ഇരിക്കുന്നതെന്ന് മാത്രമല്ല ധനുഷ്, ഇപ്പൊ അവർ ഒഫീഷ്യലി കസ്റ്റഡപാടുകൾ നടത്താൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് ബലൂചിസ്ഥാനിൽ ലിബറേഷൻ ആർമി ഒഫീഷ്യലിയാണ് കത്ത് കൊടുത്തിരിക്കുന്നത്. അവർ ഡിസ്കസ് ചെയ്യണം ഞങ്ങളുടെ വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് ഒഫീഷ്യലിയാണ് അവർ കത്ത് കൊടുത്തിരിക്കുന്നത്. അവർ പറയുന്നത് ഞങ്ങളെ പാകിസ്ഥാനിൽ നിന്ന് വിളിക്കരുതെന്നാണ് അവർ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനിലൊക്കെ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളെ ബലൂചിസ്ഥാൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത്, ഞങ്ങൾ സ്വതന്ത്ര പ്രവിശ്യയാണെന്ന് അവർ അവകാശപ്പെട്ടിരുന്നു. ലോകത്തെ എല്ലാ രാജ്യങ്ങളും രൂപീകൃതമാകുന്നത് പറഞ്ഞാല് ഈ വലിയ സെലിബ്രേഷൻ നടത്തിക്കൊണ്ടല്ല രാജ്യങ്ങൾ സ്വതന്ത്രമാകുന്നത്. ആദ്യം അതൊരു പ്രവിശ്യമായിട്ട് അവിടെ ഉള്ളവർ തന്നെ തീരുമാനിക്കുന്നു. പിന്നീട് ആ പ്രവിശ്യകൾ കുറച്ചു നാൾ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ മറ്റ് രാജ്യങ്ങൾ അവരെ അംഗീകരിക്കുക. അങ്ങനെ അംഗീകരിച്ച് പിൽക്കാലത്താണ് ഇതൊക്കെ രാജ്യമായി മാറുന്നത്. അതല്ലാതെ ഒരു രാജ്യം നമ്മുടെ ഈ കാറിന്റെ ഷോറൂം ഉദ്ഘാടനം ചെയ്യുന്നത് നാടകെട്ടി ഉദ്ഘാടനം ചെയ്ത് വെടിക്കെട്ടുമായിട്ട് ഒരു രാജ്യം പിറന്നു വീണിട്ടില്ല ലോകത്ത്. ഇങ്ങനെ തന്നെയാണ് എല്ലാ രാജ്യങ്ങളും പിറന്നു വീണത്. ആദ്യം ഒരു പ്രവിശ്യ, ഒരു സ്വതന്ത്ര പ്രദേശമാകും. അതിനുശേഷം ഈ സ്വതന്ത്ര പ്രദേശത്തെ ചില രാജ്യങ്ങൾ അംഗീകരിക്കും. അതിനുശേഷം കൂടുതൽ രാജ്യങ്ങൾ അംഗീകരിക്കും. പിന്നെ ഐക്യരാഷ്ട്രസഭയിലേക്കൊക്കെ വരുന്ന പിന്നീട് നമ്മുടെ ലോകം അംഗീകരിക്കാത്ത എത്രയോ രാജ്യങ്ങളുണ്ട്. ഇസ്രായേലിനെ തന്നെ അംഗീകരിക്കാത്ത രാജ്യങ്ങളില്ലേ? അപ്പം ഇതൊക്കെ പിന്നീട് നടക്കുന്ന കാര്യങ്ങളാണ്. ആദ്യം പിറന്നു വീഴുക എന്നുള്ളതാണ്. പിറന്നു വീഴുക എന്നുള്ളത് കഴിഞ്ഞിട്ട് ഇപ്പൊ പിറന്നു വീണു എന്ന രീതിയിലാണ് ബലൂചിസ്ഥാൻ അവർ പ്രവർത്തിക്കുന്നത്. അവര് ഒഫീഷ്യലി കത്തുകൾ അയക്കുന്നു, അവർ ഡിസ്കഷൻ എല്ലാവരെയും വിളിക്കുന്നു. ഇന്ത്യയോട് പറഞ്ഞല്ലോ അവര്, ഈ കഴിഞ്ഞ ദിവസം അല്ലായിരുന്നു അവരുടെ ഒരു നേതാവ് ഇന്ത്യയോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ ഖനനം നടത്താൻ നിങ്ങളുടെ കമ്പനികളെ ഞങ്ങൾ ക്ഷണിക്കുന്നു, വന്ന് ഖനനം നടത്തുന്നു. അവർ ഒഫീഷ്യലായിട്ട് അവർ പറയുന്നത്. ഇതേ രീതിയിൽ കാശ്മീരിനെ ആക്കിയെടുക്കാനായിരുന്നു ഭീകരരുടെ നേതൃത്വത്തിൽ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിനു വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ ഇവിടെ മുൻകാല സർക്കാരുകൾ അതിന് പ്രത്യേക പദവി കൊടുത്തിരുന്നത്. കാശ്മീരിനെ അവർക്ക് പ്രത്യേക ഭരണഘടന, പ്രത്യേക കൊടി, ഇങ്ങനെയൊക്കെ അവർക്ക് കൊടുത്തിരുന്നത് ഇതിനൊരു ആക്കം കൂട്ടുക എന്നുള്ള രീതിയിലായി. ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് സാധാരണ ഗതിയിൽ ഉണ്ടാകുന്നത്. അത് ഏതാണ്ടൊക്കെ ഖാജ ആസിഫ് സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്ന കാര്യവുമാണ്. ഞങ്ങളുടെ കയ്യിൽ നിൽക്കില്ല, ഞങ്ങൾക്ക് അവരെ തടയാൻ കഴിയില്ല, ഞങ്ങൾക്ക് അത്രയുമുള്ള സൈനികരുടെ ഒരു വലിയ സ്ട്രെങ്ത് ഞങ്ങൾക്ക് അങ്ങോട്ട്. കാരണം ഈ പാകിസ്ഥാനെ സംബന്ധിച്ച് അഫ്ഗാൻ ബോർഡർ, അവർക്ക് ഇറാൻ ബോർഡർ, ഇതൊക്കെ അവർക്ക് സെക്യൂരിറ്റി ടൈറ്റ് ചെയ്തേ പറ്റൂ. ഇപ്പുറത്ത് ഇന്ത്യയുടെ സെക്യൂരിറ്റി ടൈറ്റ് ചെയ്തേ പറ്റൂ. ഇതിനിടയിൽ അകത്തൂടെ കിടന്ന് പട്ടാളക്കാരെ വിന്യസിക്കത്തക്ക പട്ടാളക്കാരോ കാര്യങ്ങളോ ഒന്നും തന്നെ അവർക്കില്ല. ബലൂചിസ്ഥാൻ ഈ ഭാഗത്തേക്ക്, ആ പ്രവിശ്യയിലേക്ക് പോകാൻ പട്ടാളത്തിന് താല്പര്യമേ ഇല്ല. അതുകൊണ്ടാണ് അവിടുത്തെ പട്ടാളക്കാർ പോകുന്നില്ല. അവിടെയാണ് ഈ മുനീറിനെതിരെ ഒരു ആരോപണം വന്നത്. മുനീർ പുള്ളിക്ക് വിരോധമുള്ള പട്ടാളക്കാർക്ക് ബലൂചിസ്ഥാനിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്നത്. അതിനെതിരെ ഒരു വലിയ വിവാദം പട്ടാളക്കാരിലാണ് കത്തെഴുതിയത്. യുവ പട്ടാളക്കാർ കത്തെഴുതിയിരുന്നു, ഇത് ശരിയല്ല, ഞങ്ങളെ അങ്ങനെ പേടിപ്പിക്കാതെ. ഈ ജാഫർ എക്സ്പ്രസ് ഇടയ്ക്കിടയ്ക്ക് ഇവന്മാർ എന്തിനാ ബോംബ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജാഫർ എക്സ്പ്രസ് യാത്ര ചെയ്യുന്നത് മുഴുവൻ ഈ പട്ടാളക്കാരാണ്. ലീവിന് പോകുന്ന പട്ടാളക്കാര്, ലീവ് കഴിഞ്ഞ് വരുന്ന പട്ടാളക്കാര്. ഒരു ഡൗട്ടാണ്, അതുകൂടെ ഞാൻ ചോദിച്ചോട്ടെ. ഈ ജാഫർ എക്സ്പ്രസ് നിരന്തരം ബോംബ് വയ്ക്കുന്നു, അട്ടിമറിക്കുന്നു, ഇവർക്ക് അത് നിർത്തരുതോ? അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കരുതോ ജാഫർ എക്സ്പ്രസ് നിർത്തിയിട്ട്? അല്ല, നിർത്താനും കഴിയില്ല. കാരണം ഇത് ഈ ബലൂചിസ്ഥാൻ മേഖലയിലേക്ക് പോകുന്നൊരു ട്രെയിനാണിത്. അവരുടെ പേര് കേട്ടൊരു ട്രെയിനുമാണ് ആ ഒരു ട്രെയിൻ. അത് നിർത്താൻ ഇവർക്ക് കഴിയില്ല. കാരണം അങ്ങനെ ഈ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 24 hours ട്രെയിൻ അടിക്കുന്ന സ്ഥലമൊന്നും അല്ലത്. അപ്പം ഈ ഒരു ട്രെയിനേ ഉള്ളൂ, ആഴ്ചയിലെങ്ങാണ്ടാണ് ഒരു ട്രെയിൻ, ഒരു 1-2 തവണയേ ഉള്ളൂ സർവീസ് നടത്തുന്നത്. ഈ സമയത്താണ് ഈ ഇസ്ലാമാബാദിൽ ഇല്ലെങ്കിൽ മറ്റിടത്തൊക്കെ ഉള്ള പട്ടാളക്കാർ അവരുടെ ലീവിന് പോകുന്നതോ ലീവ് കഴിഞ്ഞ് വരുന്നതോ ഒക്കെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴാണ്. കുറെ യാത്രക്കാരും കാണും, കുറെ പട്ടാളക്കാരും ഇത് കാണും. അപ്പം അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ജാഫർ എക്സ്പ്രസ് ഇവര് ഇത് ചെയ്യുന്നത്. അത് മാത്രമല്ല, പാകിസ്ഥാന്റെ അഭിമാന തീവണ്ടിയും കൂടെയാണത്.
അങ്ങനെ ഉണ്ടല്ലോ, ഓരോ രാജ്യത്തിനും ഓരോ അഭിമാനകരമായ തീവണ്ടികളുണ്ട് നമ്മൾ ഈ ഇട്ടിരിക്കുന്ന, അതൊന്നും ഒരിക്കലും നിർത്താൻ വഴിയില്ല. അതാണ് ഈ ജാഫർ എക്സ്പ്രസിന്റെ യെസ്. പിന്നിലെ കഥ, ഇതാണ് ഇതിനെ ആക്രമിക്കുന്നതിന്. അപ്പൊ ഓക്കെ. ഏതാണ്ട് ഇന്ത്യയിൽ ഇപ്പൊ ഒരു ജാഗ്രത വരിക്കുന്നു. ഏതായാലും നമുക്ക് കുറച്ച് മണിക്കൂറുകളൂടെ ഏതായാലും കാത്തിരിക്കാം ഇതിന്റെ എന്താണ് ഇതിന്റെ ഒരു കാരണം ഈ അഫ്ഗാനിസ്ഥാനിലെ അടി മൂത്താലും അത് തിരിച്ച് കറങ്ങി ഇവിടെ എത്തും, അതിന് യാതൊരു ഓക്കെ. ഡൗട്ടും ഒന്നുമില്ല. അത് ഇവിടെ കൊണ്ടേ തീരത്തുള്ളൂ. പൂരം ചില ചെറിയ ക്ഷേത്രങ്ങളിൽ കൊടിയേറും, വലിയ പൂരം തൃശ്ശൂരാണെന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. അത് തുടങ്ങി വരുന്നുണ്ട്. പൂരം വെടിക്കെട്ടുമൊക്കെ ഇവിടെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്.